അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. രണ്ട് വളരെ ശ്രദ്ധിക്കണം. ഖുർആനും ഹദീസും ഓതിയിട്ട് ഇങ്ങനെ പോവാൻ വളരെ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ശ്രദ്ധിക്കുന്നവർക്ക് ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നരകത്തിൽ പ്രവേശിക്കാത്ത ആളുകൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഅയ്നു സഖറത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകൾ ഏതൊരു വ്യക്തിക്കുണ്ടോ, ബേക്കൽ മഖാം ഉറൂസോടനുബന്ധിച്ച് ദിവസങ്ങളോളം ഉറക്കമൊഴിക്കുന്നവരെ, പാതിരാത്രി സമയത്ത് വാത് കേൾക്കുന്നവരെ, സന്തോഷിക്കണേ, സന്തോഷിക്കണേ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ നിനക്ക് പറയാ സാധിക്കണമല്ലാ, ഞാൻ എന്റെ പാതിരാത്രി വാത് കേൾക്കാൻ എന്റെ കാതുകൾ ഉറക്കമൊഴിച്ചതാണ് റബ്ബേ, എന്റെ കണ്ണുകൾ ഉറക്കമൊഴിച്ചതാണ് അല്ലാ, ഞങ്ങൾ ഉറക്കമൊഴിച്ചത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകളുണ്ടോ, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് മോചനം കിട്ടുന്ന മൂന്നാമത്തെ കൂട്ടരാരെന്നറിയുമോ, 12 മണിയാകുമ്പോൾ ഇത് തീരുകയും ചെയ്യും. അതിൽ ഞാൻ വേഗം ഇരുന്നിട്ടുള്ള സിനിമ മുഴുവൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടു സിനിമാ പാട്ടുകൾ മുഴുവൻ ഡൗൺലോഡ് ചെയ്ത് അതിങ്ങനെ കേട്ടു തീർത്ത് എന്റെ രാത്രികളെ മുഴുവൻ അത്തരത്തിൽ ഞാൻ ജീവിതതാക്കി. ഹറാമുകളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഞാനിങ്ങനെ നടന്നു. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഅയ്നുന ഖറജത് മിൻഹാ ദുമൂ മിസല റഅസിൽ ദുബാബ്, ഒരീച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണുനീരൊഴുക്കുന്ന സഹോദരനുണ്ടോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അല്ലാഹ്, ഞാൻ അറിയാതെ തെറ്റുകൾ ചെയ്തു പോയ റബ്ബേ, നീ എനിക്ക് മാപ്പാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരയുന്നതായ മോചനമാണ്, നരകീയ മോചനമാണ്. സൂറത്തു തൗബയിലൂടെ തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയില്ലയോ, ഇന്നമത്തൗബതു അലല്ലാഹ്, ഇന്നമത്തൗബതു അലല്ലാഹ് ലില്ലദീന ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത് ഖാല ഇന്നി തുബ്തുൽ ആൻ, قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആരുടെ തൗബയാണ് സ്വീകരിക്കുക? ഈ ദുനിയാവിൽ കണ്ണുകൾ കൊണ്ട് ഹറാം കണ്ടവരെ, അശ്ലീലതകൾ കാതുകൊണ്ട് കേട്ടവരെ, കൈകൊണ്ട് ഹറാമിലേക്ക് പിടിച്ചവരെ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നവരെ, സിനിമ കണ്ടവരെ, വ്യഭിചരിച്ചവരെ, ലഹരി നുണഞ്ഞവരെ, പലിശയുമായി ബന്ധപ്പെട്ടവരെ, സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു ഓടിയവരെ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പടച്ചറപ്പിലേക്ക് പാപങ്ങൾ ഏറ്റുപറയുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ പരിപൂർണമായി ഒഴിവാക്കി മേലിൽ ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തൗബ ചെയ്യുന്നവരെ, നിന്റെ തൗബയെ അല്ലാഹു സ്വീകരിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. മറിച്ച് ഈ ദുനിയാവിൽ നീ ലഹരി നുണഞ്ഞവനാണ്, നീ പലിശയുമായി ബന്ധപ്പെട്ടവനാണ്, നീ കല്ല് കുടിച്ചവനാണ്, ലഹരി നുണഞ്ഞവനാണ്, ഹറാമ് ഭുജിച്ചുകൊണ്ട് നടന്നവനാണ്, ഹറാമ് കഴിച്ചുകൊണ്ട് നടന്നവനാണ്, ഹറാമായ രീതിയിൽ കണ്ണുകളെ കൊണ്ടുപോയവനാണ്, അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടവനാണ്, പാതിരാത്രി സമയത്ത് നെറ്റ് കണക്ഷൻ വരുത്തിയിട്ട് ഡബ്ല്യൂഡിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരറിയാതെ, തന്റെ വീട്ടുകാരറിയാതെ, തന്റെ കുടുംബക്കാരറിയാതെ, തന്റെ സമൂഹം അറിയാതെ അനാവശ്യമാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാ. അവൻ അവസാനമായി തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്തിൽ നിൽക്കുന്ന സമയത്ത് തൗബ ചെയ്യുകയാണ്. ഹത്താ ഇദാ
أحدهم الموت قال إني تبت الآن തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുന്ന സമയത്ത് നീ തൗബ ചെയ്താൽ അല്ലാഹു നിന്റെ തൗബയെ സ്വീകരിക്കില്ല, അല്ലാഹു നിന്റെ തൗബയെ ഖബൂലാക്കുകയില്ല. റസൂലുള്ളാഹി രണ്ട് സമയത്ത് തൗബ സ്വീകരിക്കില്ല. ഒന്ന് സക്കറാത്തിന്റെ ഹാല്, മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്ന സമയം. സയ്യിദുനാ റസൂലുള്ളാഹി കിഴക്കുദിക്കുന്ന സൂര്യൻ ഇനി പടിഞ്ഞാറുന്ന് ഉദിക്കും, ലോകാവസാനത്തിന്റെ സമയം. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെ പടിഞ്ഞാറുന്ന് ഉദിക്കുമെന്നതിന്റെ അടയാളം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, തതൂലുൽ ലൈലത ഖദ്റ ലൈലത്തെ, അതിന്റെ തലേ ദിവസത്തെ രാത്രി 2 രാത്രിയുടെ ദൈർഘ്യതയുണ്ടാകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരം വെളുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നേരം വെളുക്കും. നേരം വെളുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരം വെളുക്കും. സുബ്ഹാനല്ലാഹ്, നേരം വെളുക്കുന്ന സന്ദർഭത്തിലോ അന്ന് ലോകം അവസാനിക്കുകയാണ്. സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് കടന്നു വരും. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടവർ തൗബ ചെയ്തോളെ. ജീവിതത്തിൽ എന്ത് തെറ്റുകൾ ചെയ്തവരായെങ്കിലും ഇപ്പൊ അല്ലാഹു തൗബ സ്വീകരിക്കും. തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിയാൽ അല്ലാഹു തൗബ സ്വീകരിക്കില്ല. സൂറന്ന കാഹളത്തിന്റെ ഊത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തൗബ സ്വീകരിക്കില്ല. ഈ 2 അവസ്ഥയും എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതിന് മുമ്പ് തൗബ ചെയ്യണമെന്നർത്ഥം. വൈകിക്കണ്ട, ഏത് സമയത്ത് നമ്മൾ പിടിക്കപ്പെടാം. നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടക്കുന്നു, അതിനേക്കാൾ കൂടുതൽ നീ മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാളെ നരകത്തിൽ കടക്കാതിരിക്കാൻ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാം കാണാതിരിക്കണം. മുഹമ്മദ് മുസ്തഫ. എന്താണ് സഹോദരങ്ങളെ നരകം? നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സാര സംഗതിയാണോ? ചെറിയ സംഗതിയായിട്ടാണ് നരകത്തെ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, നരകത്തെ കുറിച്ചൊന്ന് പറയണേ നബിയേ. നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ റസൂലേ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ പറയൂല, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല വലുത്, നിങ്ങളുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയൂല, നിങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയൂല. അതുകൊണ്ട് ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞുതരാം. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിക്കും, നമ്മുടെ ഈ കാഴ്ച, ഈ കണ്ണും നമ്മുടെ ഈ കേൾവിയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കൂല എന്നാണ് കരുതുന്നത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസൂലാ. അല്ലാഹു നിനക്ക് നൽകിയ കണ്ണില്ലയോ, നിനക്ക് നൽകിയ കാതില്ലയോ, നിനക്ക് നൽകിയ ഹൃദയമില്ലയോ, എല്ലാത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ കണ്ണുകൊണ്ട് നീ എന്ത് കണ്ടു? ഈ കാതുകൊണ്ട് നീ എന്ത് കേട്ടു? ഹലാലാണോ കേട്ടത്? ഈ കണ്ണുകൊണ്ട് ഹലാലാണോ നീ കണ്ടത്? ഈ ഹൃദയം കൊണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണോ നീ ചിന്തിച്ചത്? എന്താണ് നീ ഹൃദയത്തിൽ താലോലിച്ച് നടന്നത്? എന്താണ് നിന്റെ കാതുകൊണ്ട് നീ കേട്ടുകൊണ്ട് നടന്നത്? എന്താണ് നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടുകൊണ്ട് നടന്നത്? ഒക്കെ ചോദിക്കുക. ഇതെല്ലാം ചോദിച്ചിട്ടാണ് വിചാരണ വരിക. സുബ്ഹാനല്ലാഹ്, വിചാരണ ചെറുതല്ലല്ലോ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, കണ്ണുകൊണ്ട് ഹറാമ കാണാതിരുന്നാൽ രക്ഷയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകത്തിൽ തൊട്ട് കാവൽ. നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒന്ന് പറഞ്ഞതാ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ കേട്ടോളി, ഏറ്റവും ചെറിയ ശിക്ഷ. നരകത്തിൽ ഒരു വ്യക്തി കടന്നാൽ അവിടെ കിട്ടുന്ന ഏറ്റവും ലോക്കൽ, ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ്? പഠിക്കണം നമ്മൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാൻ يغلي منهما دماغه كما يغلي
മിർജലൂ. ബേക്കല്ലൂറോസോടനുബന്ധിച്ച് നടന്ന മതവിജ്ഞാന വേദിയിൽ ഇൽമ കേൾക്കാൻ വന്ന സഹോദരാ സഹോദരി, കേൾക്കണേ, അറിവാണ്, ഇൽമാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവേ ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ഇന്നഹു വനഅഖിലിന്നാരി അദാബാ. സ്വഹാബാ സ്വഹാബാ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? അല്ലഹു നഅലാനി വശറാഖാൻ. നരകത്തിലേക്ക് കടക്കുന്നവന് അവിടെ അതാ പാദരക്ഷ ധരിപ്പിക്കുകയാണ്, അവന്റെ കാലിലേക്ക് 2 ചെരുപ്പുകൾ ധരിപ്പിക്കുകയാണ്, ഹവായി ചെരുപ്പ് പോലെയുള്ളതാകുന്ന ചെരുപ്പ് ധരിപ്പിക്കുകയാ. വശറാഖാൻ, അതിന് 2 വള്ളിയുണ്ടത്രേ, അഥവാ ഹവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പ് അവന്റെ കാലിലേക്ക് ധരിപ്പിക്കുകയാണ്. മിന്നാർ, തീയിനാൽ പടക്കപ്പെട്ട ചെരുപ്പാണ് സാബ, തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. യഗ്ലി മിൻഹുമാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജലൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ചെരുപ്പ് കാലിലേക്ക് ഇടുന്നതായ വ്യക്തിയുടെ കാലിനടിയിൽ നിന്ന് വല്ലാത്ത ചൂടങ്ങ് പ്രവഹിക്കുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ ആമാശയം കത്തിച്ചൊലിച്ചുകൊണ്ട് അവന്റെ അന്നനാളത്തിലൂടെ, അവന്റെ കഴുത്തിലൂടെ, അവന്റെ തലച്ചോറിലേക്ക് അതിന്റെ ചൂടെത്തുമത്രേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, യഗ്ലി മിൻഹുമാ ദിമാഉഹു. അവന്റെ തലച്ചോറ് ഉരുളുകയാണ്, തലച്ചോറ് പൊട്ടിത്തെറിക്കുകയാണ്. കമാ യഗ്ലിൽ മിർജലൂ. കറി വെക്കുന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ, അത് ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ തലച്ചോറ് വെന്തുരുകി കാലിൽ ധരിപ്പിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ ചൂട് നിമിത്തമായി തലച്ചോറ് വെന്തുരുകി പുറത്തേക്ക് വരുമത്രയെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഏറ്റവും ലോക്കൽ ശിക്ഷ, ഏറ്റവും ചെറിയ ശിക്ഷ. ചെരുപ്പ് ചെന്നവിടെ മോനെ ഇങ്ങോട്ട് ഇടൂല, എനിക്ക് വേണ്ട, തീയല്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചങ്ങോട്ട് ഇടിക്കും, നിർബന്ധിച്ചിടിക്കും. അതല്ലേ ഇവിടെ പിടിക്കണ, അവനെ വലിക്കട, കെട്ടണ, പിടിച്ചെറിയണ. പരിപാടി മയം ചെയ്യലൊന്നും അവിടെ ഇല്ല. നിർബന്ധിച്ചിടിക്കും. ഈ ചെരുപ്പം കൊണ്ടിരുന്നതോടുകൂടി അവന്റെ കാലിനടിയിൽ നിന്ന് വരുന്നതാകുന്ന ചൂട് അവന്റെ തലച്ചോറിലേക്ക് എത്തിയിട്ട് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമത്രേ. കറിവെക്കുന്ന ചട്ടിയിൽ എണ്ണ തിളച്ചു മറിയുന്നത് പോലെ അവന്റെ തലച്ചോറ് പുറത്തു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും സുബൈ നിസ്കരിച്ചിട്ടും മഗ്രിബ് നിസ്കരിച്ചിട്ടും ഇമാം ഉൾപ്പെടെ എല്ലാവരും കിബില കവിയുമായിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യവും അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ് എന്ന് 7 പ്രാവശ്യം ചൊല്ലും. രാവിലെ പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും ചെല്ലുന്നവരുടെ കാര്യം പറയുന്നത്, അല്ലാത്തൊരു സുബഹികരിക്കാത്തവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ചെല്ലുന്നവരുടെ കാര്യം അല്ലാഹു നമുക്കത് ചെല്ലാനും ഇബാദത്തെടുക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. അനക്കമടങ്ങാതെ കിബിലക്കവുമായിട്ടിരിക്കും, ചാടി എഴുന്നേറ്റോടൂല. ഇമാമിനോടൊപ്പം മൗമൂമിയങ്ങളും എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കും. സുബഹി കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം പറയും. അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 പ്രാവശ്യം. നരകത്തെ തൊട്ട് അല്ലാഹ് എന്നെ നീ കാക്കണേ അല്ലാഹ്. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ പള്ളികളുടെ മെഹ്റാബിലും ഇമാം ദുആ ചെയ്യും 3 പ്രാവശ്യം. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ.
നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. ചെറുതല്ല, ആ നരകത്തിനാണ് എറിയപ്പെടുക. ആരെ? ഈ ദുനിയാവിൽ കണ്ടുകൊണ്ട് ഹറാമ് കണ്ടവരെ. നഊദു ബില്ലാഹ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണാതെ ദുനിയാവിൽ നീ നടന്നാലോ സുബ്ഹാനല്ലാഹ്, നിനക്ക് കിട്ടുന്ന നേട്ടമൊന്നുമല്ല, നിനക്ക് അല്ലാഹയെ കാണാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കണ്ണുകൊണ്ടാണ് ആരെ കാണേണ്ടത്? അല്ലാഹയെ കാണേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. نسيم الوصل هاب على الندامى فأسكرهم وما شربوا مداما فأسكرهم وما شربوا مداما ولا مقصودهم جنات عدن ولا مقصودهم جنات عدن. സൂഫിയാക്കളുടെ ഭാഷയിൽ അവർക്ക് ഈ ദുന്യവിയായ ജീവിതത്തിൽ അവരാകെ ലക്ഷ്യം വെക്കുന്നത് ഒന്നുമല്ല, ഈ ദുന്യാവിൽ അമൽ ചെയ്തിട്ട് നാളെ സ്വർഗം കിട്ടണമെന്നുള്ള നിയ്യത്തല്ല. എന്താ അവരുടെ നിയ്യത്ത്? അല്ലാഹയെ കാണുക എന്നുള്ളതാണ് നിയ്യത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹയെ കാണുക. ഈ കണ്ണുകൊണ്ട് നീ ഹറാമ് കാണാൻ നടന്നോ, തീർച്ചയായിട്ടും നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ കാണാൻ തൗഫീഖ് തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദുനിയാവിൽ അല്ലാഹയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാകുന്ന വ്യാജസിദ്ധന്മാരും ജിന്നമ്മമാരും നമ്മുടെ നാട്ടിലുണ്ടാകും. അവരുടെ ചാരത്തേക്ക് നീ പോകണ്ട. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നവരുണ്ടാകും. കൈവിരകൾ മുതലും 50 മോതിരം വിട്ട് ശരീരം മുഴുവനും പച്ച പുതച്ചിട്ട് എവിടെയെങ്കിലും ചാരിയിരുന്നിട്ട് ഹസ്മാല മറിച്ചുകൊണ്ടിരിക്കും. ജനങ്ങളെ പഴപ്പിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരാണെന്ന് ലോകം മുഴുവൻ വിളിച്ചോതിക്കൊണ്ട്. ഒരിക്കലും അവർ സുന്നികളല്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ശരീഅത്ത് പഠിപ്പിച്ചത്, സുന്നത്ത് ജമാഅത്ത് നമുക്ക് നൽകിയിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അവിടുത്തെ സ്വഹാബത്തിന്റേതാകുന്ന, അവിടുത്തെ അനുയായികളുടേതാകുന്ന തിരിച്ചര്യകൾ, ആ സ്വഹാബത്തിന്റേതാകുന്ന തിരിച്ചര്യകൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. വിധങ്ങൾ ഇന്നുവരെ ഒരു സമയത്ത് ഒന്നിലധികം മോതിരം പ്രവാചകൻ അണിഞ്ഞിരുന്നില്ല. ഒരുപാട് മോതിരം ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം, പക്ഷെ ഒന്നിലധികം മോതിരം നമ്മൾ കൈവെള്ളയിൽ ഇട്ടുകൊണ്ട് ഒരു സമയത്ത് നടക്കാൻ പാടില്ല. 10 മോതിരം ഒരു വ്യക്തിക്കുണ്ട് എങ്കിൽ ആ 10 മോതിരത്തിൽ ഓരോന്നും ഓരോ സമയത്ത് നമ്മൾ അണിയുക. എല്ലാം കൂടി ഒരുമിച്ച് ഒരു സമയത്ത് അണിഞ്ഞിട്ട് യാഹു യാഹു എന്ന് പറഞ്ഞ് എന്നെ അടക്കണ്ട. ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ പിറകെ നമ്മൾ പോകും വേണ്ട. ഇന്ന് സഹോദരിമാരാണ് അങ്ങനെ പോകുന്നത്. മുഖമക്കരയിട്ടവർ സഹോദരിമാർ, അവർ പോയിട്ട് ഒരാൾ പോയിട്ട് പറയും സൂപ്പറാണ്, ഭയങ്കര സംഭവം. വ്യാജ ഡോക്ടറാണെങ്കിൽ പോലും പനി പിടിച്ചിട്ട് വന്നതാകുന്ന ഒരു വ്യക്തിക്ക് പാരസിറ്റമോൾ ഗുളിക കൊടുത്താൽ ചിലപ്പോൾ ശമനമാവും. അതാ ഡോക്ടറുടെ കഴിവല്ല. എന്തുകൊണ്ടായിരിക്കും? പാരസിറ്റമോൾ കൊടുത്തതിന്റെ കഴിവുണ്ടാകും. പാരസിറ്റമോൾ കഴിച്ചുകൊണ്ട് പനി മാറി എന്ന് പറയുന്നത് ഒരു വ്യാജ സിദ്ധന്മാരിരുന്നിട്ട് അവർ പറയുന്നത് 100 കുല്ലുഹുവ ഓതിക്കോ മാറിക്കെന്ന് പറയും. ആ കുല്ലുഹുവ പറയുന്നതുകൊണ്ട് അസുഖം മാറി. അവർ പറയും ഭയങ്കര സംഭവമാണ്, അവര് ഭയങ്കര സംഭവമാണ്. പിന്നെ അവരുടെ അടുത്തോട്ട് ആളുകൾ, പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു ആളുകൾ ഇങ്ങനെ കൂടുകയാണ്. ഭയങ്കര സംഭവം. ഇന്ന് ജിന്നമ്മമാരുടെ വളർച്ച, വ്യാജ സിദ്ധന്മാരുടെ വളർച്ച വേറെ ഒന്നുമല്ല. ഇതിന്റെ ബേസിക് അടിസ്ഥാനം എവിടെയാണ്? നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ കേരളക്കരയിൽ തന്നെ ഒരു അന്യ പെണ്ണ് വന്നിട്ട് മുലപ്പാല് കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരീരത്തിലെ വസ്ത്രമെല്ലാം അഴിച്ചിട്ട് ഖുർആൻ ഓതിയിട്ടിട്ട് മോട്ടോർ തിരിക്കുന്നവരെ തിരിച്ചു കൊടുക്കുക. സൂറത്തുൽ ബുറൂജ്. വൈകിട്ട് മോട്ടോർ തിരിക്കുന്ന പോലെ മാരടം പിടിച്ച് തിരിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹി, അല്ലാഹു അക്ബർ. പച്ചയ്ക്ക് വേറെ വസ്ത്രമൊന്നും ഇല്ലാതെ ഇതൊക്കെയാണ് സമൂഹം. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് സമൂഹം വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്നത്. ഇവരൊക്കെ വലിയ ദൈവത്തിന്റെ അഹലുകാർ, വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ വ്യാജം സിദ്ധന്മാർ, വലിയ സിദ്ധന്മാർ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരിക. ഇവിടെ എത്രയോ ആലിമീങ്ങൾ, എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ, എത്രയോ ഉലമാക്കൾ നമുക്കുണ്ട്, എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ മഹത്തുക്കളെയും ഈ ഉലമാക്കളെയും ഈ ഖാദിമാരെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന വ്യാജസിദ്ധന്മാരുടെ പിറകെ സഹോദരിമാര് പോണോ? വ്യാജ ജിന്നന്മാരുടെ ചാരത്തേക്ക് നമ്മൾ ഓടണോ? എത്ര
എത്ര മോശപ്പെട്ട സംഗതിയാണ്. കച്ചവടം തകർക്കാൻ, ഓരോ വ്യക്തിയും അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ, ഒരു വ്യക്തി പച്ച പിടിച്ച് കാണുമ്പോൾ അവന്റെ പച്ചപ്പ് ഇല്ലാതാക്കാൻ, അവന്റെ കുടുംബം തകർക്കാൻ, അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വ്യാജന്മാരുടെ അടുക്കലേക്ക് പോയി കൂടോത്രം ചെയ്ത് മാരണം ചെയ്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം. നബി പറഞ്ഞത് എത്ര വ്യക്തമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞത് തന്നെയല്ലേ, അന്യപുരുഷനെ കാണൽ തന്നെ ഹറാമായ നിലയ്ക്ക് നീ എങ്ങനെയാണ് ഈ അന്യപുരുഷന്റെ മുന്നിൽ പോയിരുന്നിട്ട് അവനെ കൊണ്ട് അബൂഫ് ഊദിക്കുക? എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ മസല എന്താണ്. അന്യപുരുഷനെ കാണൽ ഹറാമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അന്യപുരുഷനെ മുന്നിൽ ഒരു പെണ്ണിനെ മുന്നിലിരുത്തിയിട്ട് ഇങ്ങനെ തലയിലോ തുണിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് തലയിൽ ഇങ്ങനെ തലയിൽ കൊണ്ട് റാഹത്താക്കിയിട്ട് ഊതി കൊടുക്കുക. എന്താണിത്? എങ്ങനെയാണ് ഇത് ദീനാകുന്നത്? ഇതെങ്ങനെ സുന്നത്തുമാത്താണ്? ഇതെങ്ങനെ ദീനിൽപ്പെട്ടതാകും? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ വ്യാജന്മാരെന്ന് തിരിച്ചറിയണ്ടേ? അന്യപ്പെണ്ണിനെ കാണൽ തന്നെ ഹറാമല്ലേ? മുലിയാരായുണ്ടതിന്റെ മസല മാറൂ? അങ്ങനെയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ലിബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഒറ്റയ്ക്ക് അല്ലാഹു പിടിക്കൂല, ഒരൊറ്റപ്പെടുത്തത്തിലൂടെ അല്ലാഹു ഉരിയെടുക്കൂല. ولكن يقبض العلم بقبض العلماء. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാന സന്ദർഭമാകുമ്പോൾ ഇൽമിനെ ഉയർത്തുന്നത് പണ്ഡിതന്മാരെ മരിപ്പിക്കുന്നതിലൂടെയാണ്, ആലിമീങ്ങളെ മരിപ്പിക്കുന്നതിലൂടെയാണ്, മഹത്തുക്കളെ മരണിപ്പിക്കുന്നതിലൂടെയാണ്. അവരുടെ മരണത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തിക്കൊണ്ടു പോകുക. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മരണപ്പെട്ടു പോയില്ലയോ? താജുൽ ഉലമ മരണപ്പെട്ടു പോയില്ലയോ? നൂറുൽ ഉലമ മരണപ്പെട്ടു പോയില്ലയോ? എത്രയോ മഹത്തുക്കൾ മരണപ്പെട്ടു പോയി. സാത്വികരാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ അല്ലാഹു മരിപ്പിക്കലിലൂടെയാണ് ഇൽമിനെ അല്ലാഹു ഉയർത്തുക. എങ്ങനെ ഉയർത്തും? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളതാകുന്ന പണ്ഡിതന്മാരെ മരിപ്പിക്കും. എന്നിട്ട് നബി തങ്ങൾ പറയാൻ, കേട്ടോളി, ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഒരു പണ്ഡിതൻ പോലും ഇല്ലാതെ വരുമോ, ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ, ജനങ്ങൾ വിവരമില്ലാത്ത വിവരദോഷികളാകുന്ന വ്യാജ സിദ്ധന്മാരെ, വ്യാജ ആൾക്കാരെ, വ്യാജ ചിഹ്നമ്മമാരെ അവർ പണ്ഡിതരായി രംഗപ്രവേശനം ചെയ്യുമത്രേ, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുമത്രേ. ജനങ്ങൾ അങ്ങനെ പടച്ചുണ്ടാക്കും. വിവരദോഷികളാകുന്ന ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. വലിയ ആള് പച്ച പതിച്ചിട്ട് ഇങ്ങനെ നടക്കും, വലിയ തസ്ബീഹ് കഴുത്തിട്ടു, ഇവനാണ് ശൈഖ് എന്ന് പറയും. എത്ര വ്യാജ തരീഖത്തുകൾ, എത്ര വ്യാജ ശൈഖന്മാർ നമ്മുടെ നാട്ടിലൂടെ എടുത്തിട്ടുണ്ട്. വിധങ്ങൾ പഠിപ്പിച്ചത് ശരിയല്ലേ? ആലിമീങ്ങൾ മരണപ്പെടുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള വ്യാജന്മാരെ ജനങ്ങൾ തന്നെ പടച്ചുണ്ടാക്കും, ജനങ്ങൾ തന്നെ പറഞ്ഞു നടക്കും. ആള് ഭയങ്കര സംഭവമാണ്. ഏത് വിവരമില്ലാത്ത ആളിന്റെ കൂടെ ഉണ്ടാവും കുറെ ആൾക്കാർ പുറകെ പൊടി പിടിച്ചിട്ട്. അങ്ങനെയാണ് ഏത് പ്രസ്ഥാനമായിട്ട് വരുന്നവനൊക്കെ ഇവിടെ വാഴാനുള്ള സൗകര്യം പ്രത്യേകിച്ച് കേരളത്തിൽ കൊടുക്കും. അങ്ങനെയാണ്. ജാമിന ടീച്ചർ വന്നപ്പോഴുണ്ടായിരുന്നു രണ്ടുപേരും പുറകെ നിസ്കരിക്കാൻ. അടുത്ത ആഴ്ച ഇല്ല, ഹൈദ് കാരണം പിന്നെ നിർത്തിവെച്ചു. ഇതുവരെ ഹൈദ് നിന്നിട്ടില്ലെന്ന്. ചിന്തിച്ചു നോക്കി, ആര് വന്നാലും എന്ത് പ്രസ്ഥാനത്തിൽ വന്നാലും പുറകിലാളോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ ഫസ്ഇലൂ ഫഅഫ്തൂ ബിഗൈരി ഇൽമിൻ. അവരോട് ജനങ്ങൾ ഫത്വ ചോദിക്കുകയാണ്, അവരോട് ജനങ്ങൾ അറിവ് ചോദിക്കുകയാണ്. നാട്ടിൽ നല്ല മാന്യനായ ഖാദിയാരുണ്ടാകും, നല്ല സമുന്നതനാകുന്ന പണ്ഡിതന്മാരുണ്ടാകും, മുദർരിസീങ്ങളുണ്ടാകും, ഉലമാക്കളുണ്ടാകും. ആ പണ്ഡിതന്മാരെ അവർക്ക് വേണ്ട, ആലിമീങ്ങളെ വേണ്ട. വ്യാജസിദ്ധന്മാരുടെ പിറകെ പോയാണ്, വ്യാജസിദ്ധന്മാരുടെ പിറകെ പോയാണ്. അവരോട് ചെന്നുകൊണ്ട് അറിവ് ചോദിക്കുമ്പോ അറിവില്ലാത്തത് കൊണ്ട് അവർ ഫത്വ നൽകുകയാണ്. അവരും പിഴയ്ക്കുകയാണ്, സ്വന്തമായി പിഴയ്ക്കുകയാണ്. അവർ ജനങ്ങൾ വഴികേടിലേക്ക് എത്തിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന് കാലഘട്ടം പുലർന്നില്ലയോ അത്തരത്തിലുള്ള വ്യാജ ചിഹ്നന്മാരുടെ സ്മിതത്തിലേക്ക് മുസ്ലിം സഹോദരങ്ങൾ പോകുന്നില്ലയോ സഹോദര സമുദായത്തിൽപ്പെട്ട ദേവാലയത്തിൽ പോലും നേർച്ച നടത്തുന്ന മുസ്ലിമീങ്ങളില്ലയോ നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ് ശിർക്ക് വെക്കരുതേ അല്ലാഹു അല്ലാത്തവരോട് പങ്കുചേർത്ത് ആരാധിക്കരുതേ വസനിയത്തിലേക്ക് നമ്മൾ പോകരുതേ അടിമത്തത്തിലേക്ക് നമ്മൾ പോകരുതേ ബിംബാരാധകരായി നമ്മൾ മാറരുതേ അത് ഹറാമാണ് തികച്ചും അല്ലാഹുവിനോട് പങ്കുചേർത്തുള്ള ആരാധനയാണ് റബ്ബിനോട് ശിർക്ക് വെക്കരുതേ അന്യപ്പെണ്ണിനെയുള്ള കാണലും അന്യപുരുഷനോടുള്ള ദർശനവും ഹറാമാ നീ ജീവിതത്തിൽ അങ്ങനെ കാണാതിരുന്നാൽ നിനക്ക് സ്വർഗമാണ് ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് മാ അവ്വലു മാ യഅകുലു അഹ്ലുൽ ജന്ന സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നതെന്താണ് നബിയെ സ്വർഗത്തിലേക്ക് കടന്നാൽ ആദ്യമായി കിട്ടുന്നതെന്താണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് കബ്ദുൽ ഹൂത്ത് മത്സ്യത്തിന്റെ കരളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി നല്ല മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്തു തരും സയ്യിദുനാ റസൂലുള്ളാഹി സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഈ ദുനിയാവിൽ കഴിച്ച കുഴിമന്തി പോലത്തെ ഫുഡൊന്നും അല്ല ഭയങ്കര ടേസ്റ്റാണ് അല്ലാഹു തൗഫീഖ് തരട്ടെ നമ്മൾ അവിടുത്തെ ഇവിടുത്തെ ദുനിയാവിൽ മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ബശരി വലാ ഖതറ അലാ ഖൽബി ബശരി മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്നുവരെ ഉദിക്കാത്ത കാതുകൊണ്ട് കേൾക്കാത്ത കണ്ണുകൊണ്ട് കാണാത്ത അത്രയും സൗകര്യങ്ങളാണ് സ്വർഗ്ഗത്തിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ നമ്മൾ ഇന്നുവരെ ആസ്വദിച്ചിട്ടുള്ള ഒരു ആസ്വാദ്യമായിരിക്കില്ല സ്വർഗ്ഗത്തിൽ ആദ്യം കടക്കുമ്പോൾ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി വേഗം നിർത്തും കൂടി പറഞ്ഞിട്ട് നിർത്താം സ്വർഗത്തിലേക്കുള്ള ഈ സംഭവം സ്വർഗത്തിലേക്ക് കടന്നാൽ ആദ്യം കിട്ടുക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നല്ല മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്തു തരും സയ്യിദുനാ റസൂലുള്ളാഹി ഭയങ്കര ടേസ്റ്റാണ് ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ മീനിന്റെ മുട്ട കൂട്ടാത്തവർ അല്ലെങ്കിൽ മീനിന്റെ ഇത് എനിക്ക് വേണ്ടെന്ന് പറയുന്നവരുണ്ടാവും ചിലപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ ഇതാണ് ഇപ്പൊ പാടുപെട്ട് തരുന്നത് അല്ല സ്വർഗമാണിത് സ്വർഗത്തിൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് ആദ്യം കൊണ്ട് തരും എല്ലാവർക്കും ഇതാണ് ഭക്ഷണം എല്ലാവരും 33 വയസ്സുകാരാണ് ഈ ദുനിയാവിൽ 8 വയസ്സിൽ മരിച്ചവരും 95 വയസ്സിൽ മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാരും ഒക്കെ അന്ന് പുനർജീവിപ്പിച്ച് സ്വർഗത്തിലെത്തിക്കുക 33 വയസ്സായിട്ട് എല്ലാവർക്കും ഒരേ വയസ്സ് കാരണം നല്ല ചുറുചുറുക്കുള്ള സമയമാണ് എല്ലാവരും ഒരേ വയസ്സ് കൂടുവോ പിന്നെ ഇല്ല കുറയോ ഇല്ല ആ വയസ്സ് തന്നെ അങ്ങനെ കാലാകാലം എത്ര നാള് കാലാകാലം ഇങ്ങനെ കാലാകാലം വസിച്ചു പോകാൻ അല്ല 60-70 വയസ്സൊന്നും ദുനിയാവിലെ പോലെ കുറച്ച് നാളൊന്നും അല്ല അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു അഫിൽ ജന്നത്തി അൽ അക്ലു വശുർബ് യാ റസൂലല്ലാഹ് സ്വർഗ്ഗത്തിൽ തീറ്റയും കുടിയൊക്കെ ഉണ്ടോ സ്വർഗ്ഗത്തിൽ അങ്ങനെ ഉണ്ടോ സ്വർഗ്ഗത്തിൽ ഭക്ഷണം ഉണ്ടോ നബിയെ ഭക്ഷണം ഉണ്ടോ പാനീയം ഉണ്ടോ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നഅം സ്വർഗ്ഗത്തിൽ ഭക്ഷണമുണ്ട് അസിയദ മിനദ് ദുനിയ ദുനിയാവിനേക്കാൾ കൂടുതലാണ് ഭയങ്കര ഫുഡാണ് അവിടെ സയ്യിദുനാ റസൂലുള്ളാഹി ദുനിയാവിൽ നമ്മൾ കഴിയുന്ന പോലത്തെ ഫുഡൊന്നും അല്ല സ്വർഗ്ഗം ഭയങ്കരമാണ് സയ്യിദുനാ റസൂലുള്ളാഹി ദുനിയാവിലെ കല്യാണത്തിന് പോയാൽ ഭയങ്കര നമ്മൾ തന്നെ പറയും ഇറങ്ങി നിറഞ്ഞു പോയി എന്ന് പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വയറ് നിറയുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ എത്ര വേണമെങ്കിലും കഴിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ് അയബൂലൂന വയതഗവതൂന യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ സ്വർഗ്ഗത്തിൽ കടക്കുന്ന വ്യക്തികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർ മൂത്രിക്കേണ്ടി വരികയില്ലയോ അവർ കാഷ്ടിക്കേണ്ടി വരികയില്ലയോ യാ റസൂലല്ലാഹ് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും വേണ്ടേ നിങ്ങൾ പറഞ്ഞു ഇല്ല പരിപാടിയില്ല يترقون فتخرج كيف تخرج بقية منهم അവരിൽ നിന്ന് എങ്ങനെയാണ് നബിയേ ബാക്കിയുള്ള വസ്തുക്കൾ പുറത്തു വരിക ഭക്ഷണം കഴിച്ചാൽ അതിന്റെ വേസ്റ്റ് എന്താ വരിക വിധങ്ങൾ പറഞ്ഞു ദുനിയാവിലെ പോലെ വേസ്റ്റ് ഒന്നുമില്ല പിന്നെ സ്വല്പം പുറത്തേക്ക് വരും എങ്ങനെ യതഅറഖൂൻ അവർ വിയർക്കും സയ്യിദുനാ റസൂലുള്ളാഹി ഫകാന അറഖുഹും കൽ മിസ്കി അവരുടേതാകുന്ന വിയർപ്പ് ദുനിയാവിലെ കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
നിങ്ങളിപ്പോ ചിലപ്പോ കരുതും അതിങ്ങനെ വന്നിട്ട് കോട്ടയത്ത് നിന്ന് വന്ന് വിടലാണ് ഉമ്മ വിടുകയാണ് കസ്തൂരിയൊക്കെ തള്ളിന്റെ അങ്ങേ ഉസ്താദിന്റെ നാട്ടുകാരിയാണല്ലോ കണ്ണന്താനത്തിന്റെ ഭാര്യ. അപ്പൊ പിന്നെ തള്ളിച്ച് കൂടുതലുണ്ടാവും. ഭയങ്കര തള്ളലാന്ന് നിങ്ങൾ കരുതും. അല്ല, ഞങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാകുന്ന വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധം. സ്വഹീഹു ബുഖാരി. നമ്മൾ ഓതനെ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദുനിയാവിൽ ജീവിച്ചതാകുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധം വരുമായിരുന്നു അത്രേ വിയർപ്പിനെന്ന് സ്വഹീഹുൽ ബുഖാരി. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഹദീസ്. പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ നബിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു വിരിപ്പ് ഞാൻ വിരിച്ചു കൊടുക്കും. നബിയുടെ ശരീരം ധാരാളം വിയർക്കുന്ന ഒരു പ്രകൃതമാണ്. നബി ആ വിയർപ്പിൽ കിടക്കും. നബിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു വിരിപ്പ് ഞാൻ വിരിച്ചു കൊടുക്കും. ഒരു തോർത്ത് പോലുള്ള ഒരു വിരിപ്പായി നമ്മൾ സങ്കല്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ കിടക്കും. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് പോകുമ്പോ ഞാൻ ആ തുണി എടുത്തിട്ട് ഞാൻ ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും. വിയർപ്പ് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കുപ്പിയിൽ അതിന്റെ ചാറെടുക്കും. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. വെറുതെ പറയില്ല, ഷാഫി ഉസ്താദൊക്കെ ദർസ് നടത്തിയതല്ലേ. ഉസ്താദ് അടക്കമുള്ള എത്ര ആലിമീങ്ങൾ എത്രയോ മുത്തല്ലിമീങ്ങൾ സദസ്സിലുണ്ട്. വെറുതെ പറയില്ല. പിഴിയും വിയർപ്പ് ഞാൻ പിഴിയും. എന്റെ കുട്ടികൾക്ക് രോഗം വരുമ്പോൾ അത് ഞാൻ തൊട്ടുകൊടുക്കും. അത് കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യ പറയാ. കസ്തൂരിയേക്കാൾ സുഗന്ധം. നമ്മളെയാണെങ്കിൽ എല്ലാം ഒന്നിച്ച പോയി കുളിച്ചിട്ടോ എന്ന് പറയും. വല പിടിക്കാൻ എന്റെ അടുത്തോട്ടൊന്നും വരില്ലേ എന്ന് പറഞ്ഞാൽ അവരോടും. ഇത് കസ്തൂരിയേക്കാൾ സുഗന്ധം. വിയർത്താൽ കസ്തൂരിയേക്കാൾ സുഗന്ധം ദുനിയാവിൽ വെച്ച് ആർക്ക്? സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സംഭവം നമുക്ക് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോഴാണ് കിട്ടുന്നത്. സ്വർഗ്ഗത്തിൽ കടന്നാൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് തന്നെ ഫുഡ് കഴിക്കണം. ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ ശരീരം വിയർക്കാൻ തുടങ്ങും. വിയർക്കുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് അടുത്തിരിക്കുന്ന റൂമിലുള്ള ആളുകൾ ഇവരെ ഇങ്ങനെ ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ? കസ്തൂരിയേക്കാൾ സുഗന്ധം ഇങ്ങനെ വരാൻ തുടങ്ങി റൂമിൽ അടിച്ചു. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം ഇങ്ങനെ വിയർക്കും. സ്വർഗമാണ് ഈ പറയുന്നത്. പോണ്ടേ? സ്വർഗത്തിൽ പോകണമെന്നുള്ളതിന് കൈയുയർത്തിക്കുക. നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നാലും അടിച്ചിട്ട് കൈ താത്തുന്ന കുറെ പേരുണ്ട്. ദുനിയാവിലെ ഫുഡ് കഴിഞ്ഞിട്ട് മതി ഉസ്താദേ. നാളെ ഒരു കല്യാണം ഉണ്ട്, കൂടെ പോയിട്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം നോക്കി.